ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി വളരെയധികം ലോ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ ഒരു ക്യാൻഡിൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിൽ അതിൻ്റെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഈ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു ക്യാൻഡിലാണ്. കാരണം തൊട്ടടുത്ത മുമ്പത്തെ വീക്കിലെ ഗ്രീൻ ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ട് അതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ക്യാൻഡിലാണ്. കൂടാതെ ഇതൊരു റെഡ് ക്യാൻഡിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിക്ലൈൻ മാർക്കറ്റിൽ ഉണ്ടായുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് US വരാൻ പോകുന്ന ജോബ് ഡാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രം റേറ്റ് കട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന ഒരു ആശങ്കയാണ് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. എല്ലാ അനലിസ്റ്റുകളും പറയുന്നത് റേറ്റ് കട്ട് സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ അവസാനം ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയൊരു ജോബ് ഡാറ്റ വളരെ മോശമായിട്ട് വന്നാൽ തന്നെ ഇപ്പോൾ ഒരു 50 ബേസിക് പോയിന്റിൻ്റെ റേറ്റ് കട്ട് എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. പക്ഷെ എങ്കിലും റേറ്റ് കട്ട് ഉണ്ടായാലും മാർക്കറ്റ് നെഗറ്റീവായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന ഒരു ആശങ്ക മൊത്തത്തിൽ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളെയും അതേപോലെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ഡിക്ലൈനും അതിൻ്റെ മറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സും ഒക്കെ വലിയ തോതിൽ നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് ഡൗൺ ആയിട്ടുള്ളത്. അതിൽ SBI ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, HCL ടെക് ഉണ്ട്, ICICI ബാങ്ക്, L&T, ഇൻഫോസിസ് പോലെയുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് 1% കൂടുതലായിട്ട് ഡൗൺ ആയത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൗൺഫോള് വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അതായത് 4.4% ഒരു ലോവറായിട്ടാണ് SBI ഷെയർ ക്ലോസ് ചെയ്തത്. അപ്പോൾ SBI സ്റ്റോക്ക് ഇത്രമാത്രം ഡൗൺ ആയുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗോൾഡ്മാൻ സാഷ് എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഏജൻസി അവർ ഇത്ര നാളും ഈ സ്റ്റേറ്റ് ബാങ്കിനെ ഒരു ന്യൂട്രൽ പൊസിഷനിലായിരുന്നു വെച്ചിരുന്നത്. അതായത് സെൽ ചെയ്യാനോ ബൈ ചെയ്യാനോ പറയാതെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ അതിനെ സെൽ കോൾ ചെയ്തു എന്നുള്ളതാണ് ഈ SBIയിൽ ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് വരാൻ കാരണം. അപ്പോൾ അവരുടെ ആ ഒരു ടാർഗറ്റ് പ്രൈസ് 841 ആയിരുന്നു. അതാണ് അവർ കുറച്ചിട്ട് 742 എന്ന ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു സെല്ലിങ് അതിലുണ്ടായി. നമുക്കറിയാം SBI എന്ന് പറയുന്നത് നിഫ്റ്റി 50യിൽ നല്ല വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് SBI ഡൗൺ ആകുമ്പോൾ നിഫ്റ്റിയും നല്ല തോതിൽ കറക്റ്റ് ചെയ്യും. കൂടാതെ ആ കറക്ഷനെ ആക്കം കൂട്ടുന്ന രീതിയിൽ റിലയൻസ് പോലുള്ള സ്റ്റോക്കുകളും ഡൗൺ ആയി. അതുപോലെ സെക്ടോറൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം താഴോട്ടേക്ക് പോയത് നിഫ്റ്റി PSU ബാങ്ക് ആണെന്ന് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ SBIയിൽ ഉണ്ടായിട്ടുള്ള ഈ ഡൗൺ ട്രെൻഡ് അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷനാണ് മറ്റ് സ്റ്റോക്കുകളിൽ വന്നത്. ഇപ്പോൾ കാനറ ബാങ്ക് ആയാലും, ബാങ്ക് ഓഫ് ബറോഡ ആയാലും, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയാലും, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയാലും ഇതൊക്കെ 2 to 3% ഡൗൺ ആയി. അപ്പോൾ ആ ഒരു ചെയിൻ റിയാക്ഷൻ മൊത്തത്തിൽ PSU ബാങ്കിങ് സ്റ്റോക്കുകളെയും എഫക്റ്റ് ചെയ്തു. ഇത് കൂടാതെ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് PSU സ്റ്റോക്കുകളിലും ഒരു ഡൗൺ ട്രെൻഡ് പ്രകടമാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏർണിങ്സ് ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതായത് ക്വാർട്ടർലി റിസൾട്ടുകളിൽ വന്നിട്ടുള്ള പ്രതീക്ഷിച്ച ഒരു ഏർണിങ്സ് പല കമ്പനികളിലും ഉണ്ടായിട്ടില്ല എന്ന ഒരു അനുമാനമാണ് പല PSU സ്റ്റോക്കുകളും താഴ്ത്തു പോകാൻ കാരണമായത്. കാരണം പല PSU സ്റ്റോക്കുകളും വളരെയധികം ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഏർണിങ്സ് വലിയ തോതിൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷക്കൊത്തുള്ള ഏർണിങ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ ഈ PSU സ്റ്റോക്കുകൾ കാണുന്നത്. എന്നാൽ PSU സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSU സ്റ്റോക്കുകൾ റൺ ചെയ്യുന്നത് ഓർഡർ ബുക്കിൻ്റെ മാസീവായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഓർഡർ ബുക്കുകളൊക്കെ എക്സിക്യൂട്ടായിട്ട് റിസൾട്ടേക്ക് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷോർട്ട് ടേമിൽ നമ്മളൊരു ഏർണിങ്സ് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേം പ്രോഫിറ്റാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ അടുത്ത 2, 3, 4 ക്വാർട്ടറുകളിൽ ചിലപ്പോൾ PSU സ്റ്റോക്കുകളുടെ ഏർണിങ്സ് ഇതേപോലെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ടുകൾ വരുന്നതിന് പിന്നെയും ക്വാർട്ടറുകൾ കഴിയണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ PSU സ്റ്റോക്കുകളിൽ ഇനിയും ഡൗൺ ട്രെൻഡ് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ PSU സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഷോർട്ട് ടേം ഗെയിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. എന്നാൽ നിങ്ങളൊരു ലോങ് ടേം വ്യൂ പോയിന്റിലാണ് ഈ സ്റ്റോക്കുകൾ സമീപിക്കുന്നതിൽ അതിൽ യാതൊരു അപകടവുമില്ല. കാരണം അത്രമാത്രം ഓർഡർ ബുക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് PSU സ്റ്റോക്കുകൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ
വളരെയധികം പാനിക് ആവുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാർക്കറ്റ് ചാഞ്ചാട്ടങ്ങളെ അതിജീവിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിൽ അവർക്ക് പരിഗണിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഡിപ്പിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ETFകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ ഒന്നാമത്തെ ETF എന്ന് പറയുന്നത് CPSE ETF ആണ്. അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ETF. ഇതൊരു PSU ETF ആണ്. നിപ്പോൺ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ETF ആണ്. അപ്പോൾ ഈ ETF-ൻ്റെ റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ 315% വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിലും അത് 90% മുകളിലാണെന്ന് കാണാം. അതും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ അത് 2.98% ആയിട്ട് ഡൗൺ ആയതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ 1 വീക്കിലെ റിട്ടേൺ 5.5% ആയിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഫ്രൈഡേ ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായുള്ള മാർക്കറ്റ് ക്രാഷിൽ ഏകദേശം 1.88%ൻ്റെ ഒരു ഡൗണുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു CPSE ETF ഇപ്പോൾ ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ETF എന്ന് പറയുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൂട്ടം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഈ ഒരു CPSE ETF എന്ന് പറയുന്നത് ഓരോ 3 മാസ കാലയളവിൽ റീബാലൻസ് ചെയ്യുന്ന ETF ആണ്. അതുകൊണ്ട് തന്നെ ഇവയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളിൽ ഏതെങ്കിലും അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ അതിന് ഏകദേശം 3 മാസത്തിൽ കൂടുതൽ അണ്ടർ പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം 3 മാസത്തിൽ കൂടുതൽ ഒരു ഡൗൺ ട്രെൻഡ് ആണ് അതിനെ ആ ഒരു ഇൻഡെക്സിൽ നിന്ന് പുറത്താക്കും. പകരം പുതിയ നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് അവിടേക്ക് വരും. നമുക്കറിയാം, ഈ ഒരു CPSE ETF-ൽ 11 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണുള്ളത്. അതിലൊന്ന് NTPC-ക്കാണ്. NTPC-ക്കാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്, 20% വെയിറ്റേജ് ഉണ്ട്. പിന്നെ പവർ ഗ്രിഡിനും ഏകദേശം 20% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ONGC-ക്ക് 17% വെയിറ്റേജ് ഉണ്ട്. കോൾ ഇന്ത്യക്ക് 16%, അതുപോലെ BEL-ന് 12%, NHPC-ക്ക് 4%, ഓയിൽ ഇന്ത്യക്ക് 3%, അതുപോലെ SJVN, NBCC, NLC, കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള കമ്പനികൾക്ക് 1% ചുറ്റിപ്പറ്റിയുള്ള ഒരു വെയിറ്റേജാണ് ഈ ഇൻഡെക്സിലുള്ളത്. അപ്പോൾ ഈ ഒരു ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 11 സ്റ്റോക്കുകളാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ETF ഡൗൺ ട്രെൻഡ് ആവും. എന്നാലും ഇനി ഒരു തിരിച്ചുവരവ് വരുമ്പോൾ ഈ ETF മുന്നോട്ടേക്ക് കുതിക്കുകയും ചെയ്യും. നമ്മളൊരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയമാണ്. അത് ഒരു ദിവസത്തെ വോളിയം അല്ല നോക്കണം. നമ്മൾ മിനിമം ഒരു 3 മാസത്തെ ഒരു ആവറേജ് ട്രേഡിംഗ് വോളിയം എങ്കിലും നോക്കണം. അപ്പോൾ 3 മാസത്തെ ആവറേജ് ട്രേഡിംഗ് ഡെയിലി വോളിയം നോക്കുമ്പോൾ 60 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ട്രേഡിംഗ് വോളിയമുള്ള ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ETF ആണിത്. അതുകൊണ്ട് തന്നെ ഈ ETF നമുക്ക് വാങ്ങുന്നത് കൊണ്ട് യാതൊരുവിധ റിസ്ക്കും അതിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഒരു ETF കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിഫ്റ്റി PSU ബാങ്ക് ETF ആണ്. ഇതിനെ നമ്മൾ PSU ബാങ്ക് ബീസ് എന്നാണ് അതിൻ്റെ കോഡ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ETF നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ടൈം ഫ്രെയിമിൽ അത് 179% റിട്ടേൺ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ 42% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ETF. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ 3% ഡൗൺ ആയിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ 1 വീക്ക് റിട്ടേൺ 4% ഡൗൺ ആയിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫ്രൈഡേ ട്രേഡിംഗ് സെഷനിലെ ആ ഒരു കറക്ഷൻ്റെ സമയത്ത് ഇത് 3% ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, PSU ബാങ്ക് ബീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട PSU ബാങ്കുകളുടെ ഒരു കൂട്ടമാണ്. 12ഓളം സ്റ്റോക്കുകളാണ് അതിലുള്ളത്. അതിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്, 33.56%. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 15%, കാനറ ബാങ്കിന് 12%, പഞ്ചാബ് നാഷണൽ ബാങ്കിന് 11%, അങ്ങനെ യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളാണ് അതിലുള്ളത്. PSU ബാങ്ക് ഇൻഡെക്സ് ഡൗൺ ആകാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഉണ്ടായിട്ടുള്ള ആ സ്റ്റേറ്റ് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ മൊത്തത്തിൽ PSU ബാങ്കിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PSU ബാങ്ക് ബീസിൻ്റെ ഒരു വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ട്രേഡിംഗ് വോളിയം കാണുന്നത് ഏകദേശം 26 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അത് നല്ലൊരു ട്രേഡിംഗ് വോളിയമാണ്. ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF തന്നെയാണിത്. അതുകൊണ്ട് ഈ ETF നമ്മൾ ബൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ സേഫ്റ്റി ഇഷ്യൂവും അതിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ 2 പ്രധാനപ്പെട്ട ETF-കൾ ഇപ്പോൾ ഒരു ബൈങ് ലെവലിൽ നമുക്ക് കാണുന്നത്. എങ്കിലും ഇതൊരു ബൈങ് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല. നമ്മുടെ മുന്നിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രം. നിങ്ങളുടേതായ പഠനം തീർച്ചയായും നടത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.